പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തഹ്രീക്കെ ഇൻസാഫ് പാർട്ടിക്ക് അപ്രതീക്ഷിത മുന്നേറ്റം. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ലീഡ് അവകാശപ്പെട്ട് PTI രംഗത്തെത്തി. 266 സീറ്റുകളിലെ ഫലം വന്നപ്പോൾ 154 PTI സ്വതന്ത്രക്ക് ലീഡ് കണ്ടെത്തി. അതിനിടെ ലാഹോറിൽ ഷഹബാസ് ഷെരീഫ് വിജയിക്കുന്നൊരു സാഹചര്യമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ജിബിൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ജിബിൻ്റെതായത് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമ്രാൻ ജയിലിലായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സ്വതന്ത്രയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു ആദ്യത്തെ ഫലസൂചനകളടക്കം പുറത്തു വരുമ്പോൾ ഇമ്രാന്റെ പാർട്ടിക്കുള്ള ലീഡെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇമ്രാൻ ജയിലിലാണെന്ന ആശ്വാസത്തിലായിരുന്നു മറ്റ് മത്സര രംഗത്തുള്ള പാർട്ടികളൊക്കെ തന്നെയും. എന്താണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ, ഫലസൂചനകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതുപോലെ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കല്ല, മറിച്ച് ഈ ഷഹബാസ് ഷെരീഫിൻ്റെ പാർട്ടിക്കാണ് മുൻതൂക്കം എന്നുള്ള ചില വാർത്തകളൊക്കെ തന്നെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഷഹബാസ് ഷെരീഫിൻ്റെ പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെയും അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്നലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അതിൻ്റെ വോട്ടെണ്ണലുകൾ നടക്കുകയും ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പാകിസ്ഥാനിലെ വോട്ടെണ്ണൽ താമസിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു വാർത്ത മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ PTI അവിടെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏകദേശം 266 സീറ്റുകളിലായി 154ഓളം സീറ്റുകളിൽ ഇപ്പോൾ PTI മുന്നിട്ട് നിൽക്കുന്നു, ഇമ്രാൻഖാൻ്റെ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഏകദേശം കഴിഞ്ഞ നാളുകളിലെയൊക്കെ തന്നെ വാർത്തകളെയൊക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ചില വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് വലിയ ലീഡോടുകൂടി തന്നെ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ സ്വന്തം ചിഹ്നം പോലും ഇല്ലാതെ സ്വതന്ത്രരായാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി മത്സരിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. എങ്കിൽ പോലും അവിടെ ഇത്രത്തോളം ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എങ്കിൽ തന്നെ ഇമ്രാൻഖാൻ്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. നിലവിൽ ഈ അവിടുത്തെ സൈനികരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇമ്രാൻഖാനുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇമ്രാൻഖാനെ ഇത്തരത്തിൽ ജയിലിലേക്കൊക്കെ തന്നെ പോകുന്ന നിലയിലേക്കൊക്കെ തന്നെ എത്തിക്കുകയും കേസുകളൊക്കെ തന്നെ വരികയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടി അവിടെ ഭരണം നേടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈനികരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ PTI ആരോപിക്കുന്നുണ്ട്. ഈ ഫലത്തെ അട്ടിമറിക്കാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു കാര്യം. കാരണം ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇമ്രാൻഖാൻ. പലതവണ നമ്മളത് പാകിസ്ഥാനിൽ കണ്ടൊരു ചരിത്രം കൂടിയുണ്ട്. തീർച്ചയായും തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഈ പാകിസ്ഥാൻ സൈന്യവുമായി തന്നെ ഇമ്രാൻഖാൻ നേരിട്ട് പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ഇമ്രാൻഖാൻ തന്നെ പലപ്പോഴും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആണ് ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റുമൊക്കെ തന്നെ ഇമ്രാൻഖാന് നേരെ വരികയും ഇമ്രാൻഖാനെ ജയിലിലടയ്ക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ തന്നെ ഒരു സുപ്രീം കോടതി അടക്കം, പാകിസ്ഥാനിലെ സുപ്രീം കോടതി അടക്കം ഇമ്രാൻഖാന് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഇമ്രാൻഖാൻ്റെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി അതിലെ അണികളൊക്കെ തന്നെ രംഗത്തിറങ്ങുകയും വലിയ തോതിലുള്ള കലാപങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുകയും അവിടെ വലിയ തോതിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ തന്നെ വഴിവെക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും വലിയ തോതിലുള്ള ഒരു പിന്തുണ ഇമ്രാൻഖാന് ലഭിക്കുന്നു. അതിൻ്റെ സൂചന എന്നോളം അതിൻ്റെ ഫലസൂചനകൾ വ്യക്തമായ ലീഡ് അവരുടെ പാർട്ടിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവർ ഭരണത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വ്യക്തമായ ഒരു മുൻതൂക്കം ലഭിച്ചാൽ കൃത്യമായും തന്നെ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് ഒരു നിയമ പോരാട്ടത്തിലേക്കോ മറ്റോ ഒക്കെ തന്നെ പോകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആതിര.
ശരി, ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ PTI പാർട്ടി അത് ആദ്യ ഫല സൂചനകൾ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു വോട്ടെണ്ണലൊക്കെ ഒരു മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. ജിബിനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.